രൂപ വില വരുന്ന ഹൈഡ്രോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രധാന പ്രതി നെടുമ്പാശ്ശേരിയിൽ പിടി. കാസർഗോഡ് ലൈറ്റ് ഹൌസ് ലൈനിൽ മെഹറൂഫിനെയാണ് പോലീസ് പിടികൂടിയത്. കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ഉഗ്രശേഷിയുള്ള ലഹരിയാണ് ഹൈഡ്രോ കഞ്ചാവ്. ഇക്കഴിഞ്ഞ മാസം 27-ന് 3.5 കിലോയോളം ഹൈഡ്രോ കഞ്ചാവ് ബംഗളൂരു വിമാനത്താവളത്തിൽ പിടികൂടിയിരുന്നു. ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മെഹ്റൂഫ്. ഇയാൾ കേരളം വഴി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന കൂർഗ് എസ് പി കെ രാമരാജൻ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ടീമിനെ നെടുമ്പാശ്ശേരിയിലും പരിസരത്തും നിയോഗിക്കുകയായിരുന്നു. ബാങ്കോക്കിലേക്ക് കടക്കാനെത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് മടിക്കേരി പോലീസിന് കൈമാറി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശീതീകരിച്ച മുറിയിൽ കൃത്രിമ വെളിച്ചത്തിൽ വളർത്തുന്ന ഉഗ്രശേഷിയുള്ള ലഹരി വസ്തുവാണ് ഹൈഡ്രോ കഞ്ചാവ്. അത്യന്തം അപകടകാരിയാണിത്. കിലോക്ക് 1 കോടി രൂപയിലേറെയാണ് വില. ബാങ്കോക്കിൽ നിന്നാണ് ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് ഹൈഡ്രോ കഞ്ചാവ് എത്തിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കോക്കിൽ നിന്നും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച 2 കോടിയിലേറെ രൂപ വില വരുന്ന കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസും പിടികൂടിയിരുന്നു. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനൻ എന്നയാളെയും പിടികൂടി. ഇതും ഹൈഡ്രോ കഞ്ചാവാണെന്നാണ് സംശയിക്കുന്നത്. 4238 ഗ്രാം കഞ്ചാവാണ് 9 പ്ലാസ്റ്റിക് കവറുകളിൽ ചോക്ലേറ്റും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമെന്ന് തോന്നുന്ന വിധത്തിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്തിയത്. റിപ്പോർട്ടർ, കൊച്ചി.